നീലഗിരി ദേവഗിരി എസ്റ്റേറ്റിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നീർമട്ടം സ്വദേശി ഹനീഫയാണ് മരിച്ചത്. വിറക് ശേഖരിക്കുമ്പോഴാണ് ഹനീഫ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ. വീടിന് സമീപത്ത് വിറക് ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 1 മണിക്കൂർ മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം. അതായത് നീലഗിരി, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ദേവാല എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ദേവഗിരി എസ്റ്റേറ്റിനടുത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നീർമട്ടം സ്വദേശി 45 വയസ്സുള്ള ഹനീഫയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വീടിന്റെ തൊട്ടടുത്താണ് അദ്ദേഹം വിറക് ശേഖരിക്കാൻ പോയത്. ഇതിനിടയിലാണ് കാട്ടാന പൊടുന്നനെ എത്തി ആക്രമിച്ചത്. ശരീരം ഛിന്നഭിന്നമായ നിലയിലാണ് കാണപ്പെട്ടത്. മാത്രമല്ല, നേരത്തെ ഇപ്പോൾ 2 ആഴ്ചക്കകം ഈ ഗൂഡല്ലൂർ മേഖലയിൽ 4ാമത്തെ കാട്ടാന ആക്രമണ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ മസിനഗുഡിയിലും അതോടൊപ്പം തന്നെ ഗൂഡല്ലൂരിന്റെ സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ 3 മരണങ്ങളാണ് 2 ആഴ്ചക്കിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഉന്മേഷ്. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നീലഗിരിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വിറക് ശേഖരിക്കാൻ പോകുമ്പോഴാണ് നീലഗിരി ദേവഗിരി എസ്റ്റേറ്റിന് പരിസരത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നതും ഒരാൾ മരിക്കുന്നതും. നീർമട്ടം സ്വദേശി ഹനീഫയാണ് മരിച്ചത്. വിറക് ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് ഹനീഫ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. 1 മണിക്കൂർ മുൻപായിരുന്നു ഈ സംഭവം. തുടർച്ചയായി വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നൊരു മേഖല കൂടിയാണ് ഇത് എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സംസ്ഥാനത്തും അതിർത്തി മേഖലയോട് ചേർന്നും പ്രത്യേകിച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. വിവിധ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ നീലഗിരിയിൽ ഉണ്ടായിരിക്കുന്നത്. കേരള അതിർത്തിയോട് ചേർന്നാണ് ദേവഗിരി എസ്റ്റേറ്റിന് സമീപം ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഈ അതിർത്തി മേഖലയോട് ചേർന്ന് ഇപ്പോൾ ഈ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം, വന്യജീവി ആക്രമണം ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം കൂടിയല്ലേ? ഉന്മേഷ്, നേരത്തെ തന്നെ വന്യമൃഗ പ്രശ്നങ്ങളുള്ള പ്രദേശമാണിത്. അതായത് ഇത് മുതുമല ടൈഗർ ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെയൊക്കെ ഭാഗമായ മേഖലയാണിത്. കാരണം വയനാട് വന്യജീവി സങ്കേതം, അതോടൊപ്പം തന്നെ നാഗർഹോളെ, കർണാടകയുടെ നാഗർഹോളെ ഉൾപ്പെടെയുള്ള ബന്ദിപ്പൂർ വനമേഖല, അതിന് ചേർന്നുള്ള മുതുമല വന്യജീവി സങ്കേതം, ഇത് ഉൾപ്പെട്ട ഒരു മേഖലയാണ്. അതായത് ഒരു ട്രൈ ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ്. അതിനടുത്താണ്, അതായത് വയനാടിനോട് ചേർന്ന് വയനാട്ടിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ദേവാല എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെയാണ് ഈ നിരന്തരം കാട്ടാനയുടെ ശല്യമുണ്ട്. നേരത്തെ പുലിയെല്ലാം ഇറങ്ങിയത് ഇതിന് അടുത്തുള്ള പ്രദേശത്താണ്. ഇവിടെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേരെ കൊലപ്പെടുത്തുന്ന വിധത്തിലുള്ള കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിന്റെ ഏതാണ്ട് അടുത്ത പ്രദേശമാണ്. മറ്റൊന്ന് മസിനഗുഡിയാണ്, അത് അല്പം ദൂരെയുള്ള പ്രദേശമാണ്. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിൽ 4ാമത്തെ മരണം കൂടി സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഇദ്ദേഹം നിർമ്മട്ട സ്വദേശിയായിട്ടുള്ള ഹനീഫ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ കാട്ടാന വന്ന് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ശരീരം ഛിന്നഭിന്നമായ നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ ദേവാലയുടെ സമീപത്തുള്ള ദേവഗിരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നീർമട്ടം എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മൃതദേഹം മാറ്റാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണത്തിന്റെ വിവരം പുറത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എത്തി ഈ കാട്ടാനെ ഉൾപ്പെടെ നിരീക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് നീലഗിരി മലനിരകളുടെ ഭാഗമായിട്ടുള്ള, അതായത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. ഇവിടെ എല്ലാം തന്നെ നിരന്തരം കാട്ടാനകൾ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും തുടർച്ചയായി ഇറങ്ങി വലിയ അലോസരം ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ്. എന്തായാലും ഒരു ദുരന്ത വാർത്ത കൂടി ആ മേഖലയിൽ നിന്നും വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.